കാഫിലയുടെ പരീക്ഷയെ വരവേൽക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് SKSF വിദ്യാഭ്യാസ വിഭാഗം ട്രെൻഡിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് ടീം അംഗവും എടക്കുളം കിതമത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ കയ്യൂം കടമ്പോട്ട് അവറുകളാണ്. കയ്യൂം സാറെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ കുട്ടികൾ ഒരു പരീക്ഷയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പരീക്ഷ അവരുടെ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് പണ്ടത്തെ പോലെ അത്ര ഒരു ഭീതിജനകമോ പേടിപ്പിക്കുന്നതൊന്നുമല്ല. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഈ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഗ്രേഡ് സിസ്റ്റം ആയാലും സെമസ്റ്റർ സിസ്റ്റം ആയാലും ഒക്കെയാണെങ്കിലും പരീക്ഷയെ അവർ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പരീക്ഷയെ നേരിടുന്ന വിദ്യാർത്ഥികളെ നമുക്ക് എങ്ങനെയെല്ലാം സഹായിക്കാം? പ്രധാനപ്പെട്ട അന്നും ഇന്നൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. പണ്ടത്തെ സിസ്റ്റം ആയാലും പുതിയ സിസ്റ്റം ഒക്കെ ആയാലും കുട്ടികളിൽ വായന എന്ന് പറയുന്നൊരു സാധനം അതിപ്പോൾ വളരെ പഴയ സിസ്റ്റത്തിനേക്കാൾ അപേക്ഷിച്ച് ഒന്നുകൂടി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. പണ്ടൊക്കെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷയെ കൃത്യമായിട്ട് എഴുതി ഫലിപ്പിച്ച് പോരാവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു ചൂണ്ടുപലക മാത്രമാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ കുട്ടി പുറമേ നിന്ന് കണ്ടെത്തേണ്ട ഒരവസ്ഥയുണ്ട്. പ്രധാനപ്പെട്ടത് വായന തന്നെയാണ് നമ്മുടെ കുട്ടികളോട്. ഈ പുതിയ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അവരോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നന്നായിട്ട് വായിക്കുക എന്നത് തന്നെ. നമ്മൾ വായിക്കുമ്പോൾ കുട്ടികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വായിക്കുന്ന സമയത്തിന് അല്ലെങ്കിൽ വായിക്കുന്ന സ്ഥലത്തിന് അങ്ങനെ വല്ല പ്രാധാന്യം ഉണ്ടോ? പ്രധാനമായിട്ട് വായിക്കുമ്പോൾ പല രീതിയിലുള്ള വായനകളുണ്ട്. 2 രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ വായനയെ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ വലിയൊരു കൂട്ടം ആളുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ആദ്യം ഒരാളോട് ഒരു പേര് ചോദിക്കുക, പിന്നെ അടുത്തയാളോട് ചോദിക്കുക, അങ്ങനെ ഓരോരുത്തരെയും പെട്ടെന്ന് പരിചയപ്പെട്ടു പോകുന്നൊരു സിസ്റ്റം ഉണ്ട്. മറ്റൊരു രീതിയിൽ നമുക്ക് ആ കുട്ടികളെ പരിചയപ്പെടാം. ആദ്യം ഒരാളോട് പേര് ചോദിച്ച്, എൻ്റെ പേര് മുഹമ്മദ്, പിന്നെ ആ കുട്ടിയോട് തന്നെ വീണ്ടും മുഹമ്മദിൻ്റെ വീട് എവിടെയാണ്, മുഹമ്മദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മുഹമ്മദിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹൃദ്യസ്ഥമാവും. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയെ പരിചയപ്പെടുക. ഇങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുക. ഇതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സാവധാനമേ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും പരിചയപ്പെട്ടു വെക്കാം. പക്ഷെ ഈ സാവധാനം പരിചയപ്പെടുന്നതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഒരാളെ പരിചയപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരമായിട്ട് അവൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിൽ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വായനയും കാണാൻ പറ്റും. ഇപ്പോൾ ചില കുട്ടികളൊക്കെ സാധാരണഗതിയിൽ ഒറ്റയടിക്ക് പുസ്തകം മുഴുവൻ വായിച്ച് തീർക്കാനുള്ള, ഇപ്പോൾ ഒരു പേജ് കഴിയുമ്പോൾ അടുത്ത പേജിൻ്റെ എണ്ണം അങ്ങനെ നോക്കുകയാവും. ഒരു പേജ് കഴിഞ്ഞ് ഇനി എത്ര ബാക്കി വായിക്കാനുണ്ട് എന്ന രീതിയിൽ വായിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഭാഗം വായിച്ച് അത് പണ്ടൊക്കെ പറയാറ് മനനം ചെയ്തതിന് ശേഷം, അതായത് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ എത്തി ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമേ അടുത്ത ഭാഗത്തേക്ക് കടക്കാവൂ എന്നാണ് പഴയ നമ്മുടെ ഗുരുകുല സിസ്റ്റത്തിലൊക്കെ ഉള്ളത്. അത്രത്തോളം ഇല്ലെങ്കിലും ഒരു ഭാഗം വായിച്ച് അതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അടുത്തൊരു ഭാഗം വായിക്കാൻ പോകുമ്പോൾ ഈ വായിച്ച ഭാഗത്തിന് നിന്നുള്ള ഒരു പഠനം കൊണ്ടുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് സത്യത്തിൽ കുട്ടിക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും വായിക്കാൻ നല്ലത് കുറച്ച് സമയം എടുക്കുമെങ്കിലും വായിച്ച ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്ന ഒരു രീതിയിൽ നമുക്ക് കുട്ടികളുടെ വായന മാറുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വായനയുടെ സ്ഥലത്തിനെ കുറിച്ചാണ്. വായിക്കാൻ സ്ഥലം പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ എന്നുള്ള സത്യത്തിൽ ഇപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേർക്കും 10 സ്ഥലം തന്നെ വായിക്കാൻ കൊടുക്കണമെന്നാണ് പലപ്പോഴും രക്ഷിതാക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പറ്റും.
അതൊരു മാനസികമായ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ചെറിയ സ്ഥലമാണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവൻ ഇരിക്കുന്ന സമയത്ത് അറിയാതെ അവനക്ക് വായിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന് 10 പേർക്ക് 10 റൂം വേണം എന്നൊന്നുമില്ല. ഒരു ചെറിയൊരു ടേബിളും അതല്ലെങ്കിൽ ഒരു പലകയും ഒരു ചെയറും സംവിധാനിക്കാൻ രക്ഷിതാക്കൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒരു നമ്മൾ പറഞ്ഞ ആശയത്തിലേക്ക് കാര്യങ്ങൾ ചെറിയൊരു സ്ഥലം സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായിരിക്കുന്ന സ്ഥലം ഏത്? മിക്ക കുട്ടികളും പലപ്പോഴും ഇങ്ങനെ അന്വേഷണത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, അവര് ഈ ബെഡ്റൂമിൽ ഇരുന്നിട്ട് വായിക്കുന്ന ഒരു ചിത്രമുണ്ട്. പഠിക്കാൻ ഏറ്റവും അവസാനം തിരഞ്ഞെടുക്കേണ്ട ഒരു സ്ഥലമാണ് ബെഡ്റൂം. പ്രത്യേകിച്ച് ഈ ബെഡ്റൂമിന്റെ ഒരു കുഴപ്പം, അവിടെ എപ്പോഴും ഈ ദുർഗന്ധം, ഒരു വിയർപ്പിന്റെ ഗന്ധം, എല്ലാ മാറാപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ബെഡ്റൂം എന്ന് പറയുന്നത്. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ശുദ്ധവായു കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ തലച്ചോറിന് ഊർജം കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഗ്ലൂക്കോസാണ്, മറ്റൊന്ന് വരുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ ധാരാളമായിട്ട് കിട്ടണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ നല്ല വായു കിട്ടുന്ന ഒരു സ്ഥലം സംവിധാനം ചെയ്യുക എന്നത്. സാർ, വായിക്കുന്ന സമയത്ത് ഈ ലൈറ്റ്, ഈ വെളിച്ചം ക്രമീകരിക്കുന്നതിന് വല്ല പ്രാധാന്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ സാധാരണ പറയാറുള്ളത്, ഒരു ഫ്രണ്ടിൽ നിന്ന് ഇടതു ഭാഗത്ത്, മുൻവശത്ത് നിന്ന് ഇടതു ഭാഗത്ത് നിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിൽ റൂം അറേഞ്ച് ചെയ്യണം. എപ്പോഴും ആ ഒരു കണ്ണിൽ ഈ ഒരു ഡയറക്ഷനിൽ വേണം കുട്ടികൾക്ക് വായിക്കുമ്പോൾ പ്രകാശം കിട്ടാൻ. ഏറ്റവും നല്ലത് ആ രീതിയിലാണ്. കുട്ടികൾ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ അതിന് വല്ല പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? ഏത് പരീക്ഷണം ഒരു പേടിയുള്ളത് തന്നെയാണ്. എങ്കിലും ഇതിൽ രക്ഷിതാക്കളുടെ ഇടപെടൽ വലിയൊരു ഘടകമാണ്. അവർ വല്ലാതെ പ്രഷർ ചെയ്യുന്ന ഒരു അവസ്ഥ, കുട്ടികളെ അങ്ങനെ വായിക്കുക ഇങ്ങനെ വായിക്കുക എന്നൊക്കെ പറഞ്ഞ് യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടിയേക്കാളും പ്രഷർ അതിനെ കുട്ടിയെ പങ്കെടുപ്പിക്കുന്ന രക്ഷിതാവിന്റെ ഈ അമിതമായ സമ്മർദ്ദം, അത് പല ഘടകങ്ങൾ കൊണ്ടുണ്ടാവാം. ഇത് നമ്മുടെ കുട്ടികളിൽ, ഇപ്പോൾ നമ്മുടെ ഒരാളോട് ഒരു കാര്യത്തിന്റെ ഭീകരത ഇങ്ങനെ പറയുന്നതനുസരിച്ച് അയാൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ കഴിവ് നേടുന്നതിന് പകരം പേടി കൂടുകയാണ് ചെയ്യുക. ഏതൊരു വിഷയത്തെയും വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ, ഇതൊന്നുമല്ല പരീക്ഷ, ഇപ്പോൾ നമ്മുടെ ക്യാമ്പയിന്റെ പേര് പോലെ തന്നെ വരവേൽക്കേണ്ട ഒരു സാധനമാണ് എന്ന രീതിയിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ അത്. സാർ, ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ളൊരു വലിയ പ്രശ്നം എന്നുള്ളത് മറവിയാണ്. എന്താണ് ഇങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കൊരു പ്രത്യേക മറവി വരുന്നുണ്ടോ? മറവിയുടെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾ നന്നായിട്ട് കമ്പ്യൂട്ടറൊക്കെ അറിയുള്ള ഒരു കാലമായതുകൊണ്ട് ഇപ്പോൾ കുറേ ഒരു വലിയൊരു ഫയലൊക്കെ ഒരു വലിയൊരു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത്, പക്ഷെ അത് സേവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ കുട്ടികൾ വായിക്കുമ്പോഴുണ്ട്. പലരും ഇതിങ്ങനെ വായിച്ചു പോകുന്നു എന്നല്ല, അതൊരു കൃത്യമായ സ്ഥലത്ത് കൃത്യമായ രീതിയിൽ അത്. ഇപ്പൊ വിബ്ജിയോർ എന്ന് പറയാറുണ്ട് സാധാരണ നമ്മൾ ധവളപ്രകാശത്തിന്റെ ഘടകങ്ങളെ കുറിച്ച്. വയലറ്റ് ഇൻഡിഗോ എന്ന് പറയുന്നത് ആ ഒരു സാധനം ചെറിയൊരു ഫയലാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. ഏത് അവസ്ഥയിലും ഏത് ഉറക്കത്തിലും കുട്ടികളോട് ധവളപ്രകാശത്തിന്റെ ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പറയാൻ പറ്റും. വിബ്ജിയോർ, ഇതിൽ ഇൻഡിഗോ എന്നൊക്കെ പറയുന്ന കളർ ഏതാണെന്ന് ഒരു പക്ഷേ കുട്ടിക്ക് അറിയുണ്ടാവില്ല, എങ്കിലും വളരെ ഭംഗിയായിട്ടാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഒരു ഫയലായിട്ട് സേവ് ചെയ്യുന്ന ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകും. പിന്നെ മറവിയെ കുറിച്ച് എബിംഗ്ഹാമിന്റെ ഒരു കണ്ടെത്തലുണ്ട്. അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് കുറേ കുട്ടികളിൽ ഇതിന്റെ ഒരു പഠനം നടത്തി കുട്ടികളുടെ മറവി എങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ചൊരു ഗവേഷണം നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെ ഒരു 100 വാക്കുകളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിലൊരു 70 വാക്കും നമ്മൾ മറക്കുന്ന. പിന്നെയുള്ളൊരു ആഴ്ചയുടെ ഉള്ളിൽ ഒരു പക്ഷേ ബാക്കിയുള്ള 30-ൽ നിന്നൊരു 5-10 പദങ്ങൾ മാത്രമേ മറന്നു പോകുന്നുള്ളൂ. ഒരു മാസം കഴിയുമ്പോഴും പിന്നെയുള്ള ബാക്കിയുള്ള ഒരു 10-12 എണ്ണത്തിൽ നിന്ന് 1-2 മറക്കുള്ളൂ. ഈ പിന്നെ ഓർമ്മയുള്ള ഒരു 8-10 വാക്കുകൾ അത് കാലാകാലം അദ്ദേഹം ഓർമ്മിക്കുന്നതാണ്. അപ്പോൾ പഠിച്ച ഉടനെയാണ് ഈ മറവി സംഭവിക്കുന്നതാണ്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിന് അദ്ദേഹം പറഞ്ഞൊരു സൊല്യൂഷൻ, പഠിച്ച ഉടനെ ഒരു
പുനഃസ്മരണം നടത്തുക, അത് പഠിച്ചത് ഒന്നും കൂടി റിവിഷൻ നടത്തുക. ഇങ്ങനെ 4 ആവർത്തി തുടർച്ചയായിട്ട് റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2 രീതിയിൽ വായിക്കാമെന്ന് പറഞ്ഞ രീതി. അതിൽ ആ രണ്ടാമത്തെ രീതി തുടർച്ചയായി തന്നെ ഒരു 4 പ്രാവശ്യം തുടർച്ചയായിട്ട് വായിക്കുകയാണെങ്കിൽ ഒരു പഠിച്ച കാര്യം ഇപ്പോൾ ഒറ്റ വായന കൊണ്ട് ഏകദേശം ഒരു 15-20% മാത്രമേ ഒരു കുട്ടി മനസ്സിൽ വെക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പുറത്തു പോവാം, 20-25% മാത്രം. എന്നാൽ തുടർച്ചയായി ഒരു 4 പ്രാവശ്യം, ഒരു 5-6 മണിക്കൂർ ഇടവിട്ട് പഠിച്ചത് തന്നെ അല്ലെങ്കിൽ വായിച്ചത് തന്നെ ഒരു 4 പ്രാവശ്യം വായിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഒരു 90% വരെ കുട്ടിയിൽ നിലനിൽക്കുന്നതാണ്. അപ്പം ആ രീതിയിലുള്ളൊരു പഠന രീതി അല്ലെങ്കിൽ വായനാ സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ ഈ മറവി എന്നുള്ള പ്രശ്നത്തിന് ഒരു നല്ലൊരു ശതമാനവും പരിഹാരം. പിന്നെ വ്യക്തികൾക്കനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. وأتم الحج والعمرة لله لبيك اللهم لبيك لبيك لا شريك لك لبيك. ഗൾഫിൽ 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം ഇപ്പോൾ മലബാറിലും. ചീഫ് അമീർ മുഹമ്മദ് അബ്ദുൽ ഖാദർ ചെമ്പിരിക്കയുടെ നേതൃത്വത്തിൽ ചെമ്പിരിക്ക ട്രാവൽസ് അല്ലൂർ ഹജ്ജ് ഉംറ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. വിശ്വസ്ത സേവനത്തിന്റെ 3 പതിറ്റാണ്ട്. ചെമ്പിരിക്ക ടൂർസ് ആൻഡ് ട്രാവൽസ് അല്ലൂർ ഹജ്ജ് ഉംറ സിയാറത്ത് സർവീസ്. ആതുര സേവനത്തിന്റെ മികച്ച സന്ദേശവുമായി ഹാരാസഭ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി 4ാം വർഷത്തിന്റെ പിറവിൽ പ്രവാസികളും സ്വദേശികളും ഒന്നടങ്കം അംഗീകരിച്ച ഫാമിലി സെക്ഷൻ, മുഴുവൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും പ്രശസ്തരും പ്രഗത്ഭനായ ഡോക്ടർമാരുടെ മഹനീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആതുരാലയം ഇപ്പോൾ ഹാരയിൽ ആദ്യമായി വനിതാ റേഡിയോളജിസ്റ്റിന്റെ സേവനവും നവീന രീതിയിൽ സജ്ജീകരിച്ച OP വിഭാഗം, രോഗികൾക്ക് വളരെ വേഗത്തിൽ എത്തപ്പെടുവാൻ പറ്റിയ ആതുരാലയം, റിയാദ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ പിൻവശം ഹാരാസഭ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്. ഫോൺ 401218. പരിശുദ്ധിയുടെ വിശ്വസ്തതയിൽ ജനസമ്മതി നേടിയ മിനറൽ ഡ്രിങ്കിംഗ് വാട്ടർ, അത്യാധുനികമായ ഫിൽറ്ററിംഗ് ആൻഡ് ബോട്ട്ലിംഗ് സൗകര്യം, ഹൃദ്യമായ സർവീസ്. മിനറൽ ഡ്രിങ്കിംഗ് വാട്ടർ അജ്മാൻ UAE 67485354. റോയൽ ഡെന്റൽ കോളേജ് കോഴ്സുകൾ BDS വിത്ത് ഡെന്റൽ അനാട്ടമി, ഓറൽ പെത്തോളജി, പ്രോസ്റ്റോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ്, ഫാർമക്കോളജി, മാക്സിഫേഷ്യൽ സർജറി. റോയൽ ഡെന്റൽ കോളേജ്, അയൺ ഹിൽസ്, ചാലിശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്ട്. Fatima Supermarket Department Stores and Al Bateen Mall across the UAE and Oman. Fatima, find your style in shopping. ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. അപ്പോൾ കുട്ടികളുടെ പരീക്ഷയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപക്ഷെ കുട്ടികളെക്കാളും ഉപരി ടെൻഷൻ അടിക്കൽ രക്ഷിതാക്കളേക്കാരം. ഈ രക്ഷിതാക്കൾക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ കുട്ടികളെ പ്രചോദിപ്പിക്കാം, അതിന് വല്ല കാര്യങ്ങളുണ്ടോ? ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ കാര്യങ്ങൾ ഇടപെടാനുണ്ട്. പ്രധാനപ്പെട്ട കുട്ടികളുടെ ഉറക്കം. അപ്പം നമ്മളെ ഈ ഒരു ജനറേഷൻ്റെ തലമുറയുടെ ഒരു പ്രത്യേകത, കുട്ടികൾക്ക് ഉറക്കം കുറഞ്ഞു വരുന്നു എന്ന് എല്ലാ പഠനങ്ങളും പറയുന്നു. ഒരു 10ാം ക്ലാസ്സിലോ +2 ഒക്കെ പഠിക്കുന്ന ഒരു 10, 18, 15 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഒരു 6 മുതൽ 7.5 മണിക്കൂറെങ്കിലും അവന് ഉറക്കം കിട്ടുന്നുണ്ട്. അപ്പം അത് ഒന്ന് പ്രധാനപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, കുട്ടികളുടെ ഉറക്കം കിട്ടുന്നുണ്ടെന്നാണ്. പാതി ഉറങ്ങിയവൻ പാതിയെ ഉണരുന്നു. അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥ. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷണമാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ക്ലാസ്സുകളുടെ ഒക്കെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ക്ലാസ്സിൽ വളരെ നന്നായിട്ട് അധ്യാപകൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും. പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് കുട്ടി അവിടെ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഡെസ്കിലൊക്കെ കടന്നിട്ട് ഉറങ്ങിയിട്ടും പാതി മയക്കത്തിലൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ഈ കുട്ടികളൊക്കെ പുറത്ത് കൊണ്ടുവന്നിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ തന്നെ ബേക്കറി, ബ്രെഡും ചായയും ഒക്കെ കുടിച്ചിട്ടാണ് പോരുന്നത്. ഞാൻ സാധാരണ രക്ഷിതാക്കളോടൊക്കെ പറയാറുള്ളത്, ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു 5 കഷ്ണം പുട്ട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു 20 പത്തിരി, അത്ര എത്തിയിട്ടില്ലെങ്കിലും ആ ഒരു മനസ്സിൽ ആ ഒരു ചിത്രം കണ്ടിട്ട് വേണം രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഈ ഒരു അവസ്ഥ ഇല്ല. നേരെ തിരിച്ചാണ് ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്. രാത്രി ഭക്ഷണം കുറച്ചേ കൊടുക്കാൻ പാടും. എന്നാൽ ഈ രാവിലെ കഴിക്കാത്തതിനൊക്കെ കുട്ടി പകരം വീട്ടുന്നത് രാത്രി വന്നിട്ട് വയറിറച്ച് കഴിക്കുന്നത്. അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി വയറ്റിൽ ഭക്ഷണം ഉണ്ടാകുന്നു, നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ശരീരത്തിന് കുറേ പ്രവർത്തനങ്ങൾ വേറെയും ചെയ്യാനുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ
വേണ്ട സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതേപോലെ തന്നെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ സെല്ലുകളിലേക്കൊക്കെ അതിന്റെ വിഘടനമൊക്കെ നടക്കുന്ന ഉറങ്ങുമ്പോഴാണ്. ഈ സമയത്ത് വയറ്റിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ശരീരത്തിന് ഈ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു ഊർജം കൂടി അധികം ചെലവാകുന്നുണ്ട്. ഇത് മറ്റുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ സത്യത്തില് നമ്മൾ കിടക്കുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം. പിന്നെ പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള ഭക്ഷണം, ബീഫ്, ആ ഒരു ഐറ്റം പറ്റുമെങ്കിൽ പരീക്ഷ കഴിയുന്നത് വരെ ഒന്ന് നിർത്തി വെക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടായാൽ അത് വലിയൊരു വിപ്ലവമാണ്. കുട്ടികൾക്ക് ഈ പഠന കാര്യത്തിൽ ഒരു മടുപ്പ് പലപ്പോഴും കാണാറുണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു മടുപ്പ് അനുഭവപ്പെടാനുള്ള? പലപ്പോഴും ഞാൻ കുട്ടികളോട് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ 2 ടീമുകൾ തമ്മിൽ തീരുമാനിച്ചത് ഒരാൾ ഇങ്ങനെ പന്ത് എറിയുക, മറ്റേ ആൾ ഇങ്ങനെ അടിക്കുക, ഇത്രയേ ഉള്ളൂ കളി. റണ്ണോ അല്ലെങ്കിൽ ഔട്ടോ ഒന്നുമില്ല. കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്നത് ചെറുത് ഒരു 5 മിനിറ്റ് ഞങ്ങൾ കളിക്കുള്ളൂ, ഞങ്ങൾ എണീറ്റ് പോകുന്നവർ. അതല്ലെങ്കിൽ പോസ്റ്റ് ഇല്ല, 2 ടീമും നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നത്, പക്ഷെ പോസ്റ്റ് വെക്കാതെ കളിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ആരായാലും ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് എന്തിന് ഈ ഒരു പ്രോഗ്രാം, ഞാൻ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്, ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കുട്ടിയോട് തന്നെ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ അവനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തിനാണ് ഈ കുട്ടി പഠിക്കുന്നത്, അവനെ പ്രത്യേകിച്ച് ഇപ്പൊ പരീക്ഷയൊക്കെ അടുത്ത സമയത്ത് ഇവനെ അടുത്തൊരു സ്റ്റെപ്പില് നമുക്ക് അവനെ എവിടെ എത്തിക്കാമെന്നൊരു ധാരണ നമ്മുടെ രക്ഷിതാവിന് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ അവനെ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആക്കണം, അങ്ങനെയാണെങ്കിൽ ഫിസിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അവനെ പഠിപ്പിക്കേണ്ടി വരും. ആ ഒരു തലത്തില് നമ്മുടെ രക്ഷിതാക്കള് ഉണർന്നിട്ടില്ല എന്നതൊരു വലിയ ഘടകമാണ്. ആ ഉണർവില്ലായ്മയാണ്. ഇപ്പോൾ എനിക്കറിയാം പലപ്പോഴും മെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ എൻട്രൻസ് കോച്ചിങ്ങിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്സ് മാത്രം, ഗണിതശാസ്ത്രം മാത്രം ഇരുന്നിട്ട് പഠിക്കുന്ന കുട്ടികൾ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ അനുഭവമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് ഒരു മടുപ്പൊന്നുമില്ലാതെ പഠിക്കുന്നത്, അവർക്ക് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ഇതാണ് രക്ഷിതാക്കൾക്ക് വളരെ പ്രധാനം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അവർ തന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു, അവർ തന്നെ കളി തുടങ്ങുന്നു. പിന്നെ കളിയൊക്കെ ഒരു ഏകദേശം എത്തി കുറെ കുഴങ്ങുന്ന സമയത്താണ് നമുക്ക് ഇനി ഒരു പോസ്റ്റ് വെക്കാം എന്നതിനെ കുറിച്ച്. അപ്പോൾ ആ കിട്ടുന്ന അവസരത്തിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് പോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നെ അവര് ലൈൻ ഇടുന്നതും പിന്നെ സെന്ററൊക്കെ വരയ്ക്കുന്നതൊക്കെ കളി തുടങ്ങി ഏകദേശം അതിൻ്റെ ഒരു വലിയ സമയം കഴിഞ്ഞതിന് ശേഷം. ഈ ഒരു ചിത്രം മാറ്റിയിട്ട് സാധാരണ ഒരു പോസ്റ്റ് റെഡിയാക്കി എന്തിനാ എൻ്റെ കുട്ടിനെ സ്കൂളിൽ ചേർക്കണം എന്നു മുതൽ രക്ഷിതാവ് അവനവനോട് തന്നെ ചോദിക്കുകയും കൃത്യമായിട്ടൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയതിനു ശേഷം കുട്ടികളെ സ്കൂളിലേക്കായാലും മറ്റു ഏത് പഠന മേഖലയിലേക്ക് പറഞ്ഞയക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിനെന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? അവരുടെ കോൺസെൻട്രേഷൻ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ട്. സത്യത്തിൽ ഈ കോൺസെൻട്രേഷൻ്റെ ഒരു പ്രശ്നം അത് കുട്ടികളുടെ മാത്രം ഒരു കുഴപ്പമല്ല. ഒന്ന് ഈ ചോയ്സ് കൂടുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ TV, മൊബൈല്. കലാമിൻ്റെ അഗ്നിച്ചിറകിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഒരു എയർക്രാഫ്റ്റിന്റെ രൂപരേഖ ഉണ്ടാക്കാൻ പറയുന്ന ഒരു ചിത്രമുണ്ട്. 3 മാസം കൊണ്ട് തീർത്തു കൊടുക്കാൻ പറഞ്ഞൊരു വർക്ക് കലാമിന്റെ മടി കാരണം അദ്ദേഹം 1.5 മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല. ഇത് തന്റെ അധ്യാപകൻ അറിയുകയും പിടിക്കപ്പെടുകയും ചെയ്ത സമയത്ത് അധ്യാപകൻ അദ്ദേഹത്തിനോട് വളരെ ഷൗട്ട് ചെയ്തു, എത്ര പെട്ടെന്ന് നിനക്കിത് എന്നെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം 1.5 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ സമയം ചോദിച്ചെങ്കിലും ഗുരുനാഥൻ ആകെ കൊടുത്തത് 3 ദിവസം. 3 മാസത്തെ വർക്ക് ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ 3 ദിവസം കൊണ്ട് തീർക്കാനുള്ള ഒരു ആജ്ഞ കലാം നിറവേറ്റിയ ഒരു രീതി. അദ്ദേഹം നേരെ തന്റെ റൂമിൽ പോവുകയും ഈ ആജ്ഞ കിട്ടിയ അന്ന് രാവിലെ മുതൽ അടുത്ത ദിവസം രാവിലെ 24 മണിക്കൂർ അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പിന്നെ ഒരു അരമണിക്കൂർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഒരു 24 മണിക്കൂർ, അങ്ങനെ 2.5 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് തീർക്കുന്ന ആ വർക്ക് കലാം തീർക്കുകയാണ്. ഇവിടെ എന്താണ് സത്യത്തിൽ ചിലപ്പോൾ ഒരു ദിവസം നമ്മളെ സംബന്ധിച്ച് 86,400 സെക്കൻഡാണുള്ളത്. ഈ ഒരു സെക്കൻഡ് ഓരോന്നും നമ്മൾ പരമാവധി
ഒരേ സ്ട്രീമിൽ അല്ലെങ്കിൽ ഒരേ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം നമ്മളെ വിനിയോഗിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം. അത് നമ്മുടെ ശ്രദ്ധയെയും വളരെ പ്രധാനമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ രാവിലെ കുറച്ചു നേരം TV, കുറച്ചു നേരം കളി, പിന്നെ മൊബൈൽ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ കുട്ടികളുടെ ശ്രദ്ധ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവാം. എത്രത്തോളം വ്യതിചലിച്ചു പോകുന്നു അതിനൊക്കെ അനുസരിച്ച് കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ള കഴിവും കുറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേഷന് വേണ്ടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബോർഡിൽ ഒരു ചെറിയ ബിന്ദു ഒക്കെ വരച്ച് അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു ചാണ അകലത്ത് നിന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ കുറേ സമയം നോക്കി നിൽക്കുക. അത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. സ്ഥായിയായിട്ട് വേണ്ടത് അവനവൻ ഇടപെടുന്ന വസ്തുക്കൾ വളരെ എണ്ണം കുറക്കുക എന്നുള്ള. കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിനനുസരിച്ച് ഈ ശ്രദ്ധിക്കാനുള്ള കഴിവും സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് കുറഞ്ഞു. അതാണ് ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ആത്യന്തികമായിട്ട് ഇവിടെ കുട്ടികൾ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ പോലും കുട്ടികൾ ഉത്തരവാദിത്വ ബോധം കൊടുക്കുക എന്നുള്ളൊരു കാര്യം അത് ഈ പഠന സമയത്ത് ചെയ്യേണ്ടതാണ്. പലപ്പോഴും സ്കൂളിലേക്കൊക്കെ കുട്ടികൾ വരുന്നതിൽ നല്ലൊരു ശതമാനം കുട്ടികൾ ഇന്ന് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സൽക്കാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഉമ്മാക്ക് എവിടെയെങ്കിലും പോകാനില്ലാത്തത് കൊണ്ട്, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ കാരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടി ഇന്ന് സ്കൂളിലേക്ക് വരുന്നത്. ഈ ഒരു ബോധം കുട്ടിയിലുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുട്ടിയോട് സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ പറയുന്ന ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയെ വിടില്ല. കുട്ടി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ മതി എന്നുള്ളൊരു ചിത്രം. ഇത് ഭാവിയിൽ അവന് ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇടപെടണം. കുട്ടി പഠിക്കുന്ന കാലത്ത് ഇത് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് രക്ഷിതാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും രക്ഷിതാവ് ഉപയോഗപ്പെടുത്തണം. അത് ഭാവിയിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റിനിപ്പോൾ ഒരു ജോലിയിലാവട്ടെ, അവൻ ഏതൊരു മേഖലയിലും, ഇപ്പൊ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനപ്പെട്ട അതില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിത്രം. ഒരു രക്ഷിതാവ് വളരെ കൃത്യമായിട്ട് ഒരവസ്ഥ കുട്ടികൾക്ക് ഇത് ഒറ്റയടിക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടായിക്കോന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഇപ്പോൾ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ കുട്ടിയോട് ഈ സ്കൂളിൽ പോ എന്ന് പറയുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല എൻ്റെ പ്രധാനം, എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള സ്കൂളിലുള്ള പഠനമാണ് പ്രധാനം എന്നൊരു ബോധം ഉണ്ടാവും. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടൊക്കെ ശാസ്ത്രജ്ഞർ പറഞ്ഞത് മനോഭാവം വിജയത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തമാണ്. ഏതൊരു വ്യക്തിയുടെയും മനോഭാവമാണ് ആ വ്യക്തിയെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും മാറ്റുന്നത്. പഠനത്തോട് ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ ഈ 15% മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്കൂൾ സിസ്റ്റം, പഠനം, വായന ഒക്കെ കുട്ടിയുടെ വിജയത്തിന് ഹേതുവാകുന്നുള്ളൂ. ബാക്കി 85% ആ കുട്ടിയുടെ മനോഭാവം എങ്ങനെയാണ് അതിനനുസൃതമായിട്ടാണ് കുട്ടിയുടെ വിജയം. അപ്പോൾ നല്ലൊരു മനോഭാവം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇത് രക്ഷിതാക്കൾക്ക് വലിയൊരു ഘടകമുണ്ട്. ഇപ്പോൾ സാധാരണ പറയാനുള്ള രക്ഷിതാവ്, കുട്ടി, അധ്യാപകൻ ഒരു അടുപ്പിൻ്റെ 3 കല്ല് പോലെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ രക്ഷിതാവും അധ്യാപകനും കുട്ടിയും കൂടിയിട്ട് അവനൊരു നല്ല മനോഭാവം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിശ്രമം കൂടി അത് ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഭാവിയിലാണെങ്കിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഏതായിരുന്നാലും കാഫിലയുടെ ഈ പ്രോഗ്രാമിൽ ഇത്രയും സമയം ചെലവഴിച്ച ബഹുമാനായ കയ്യൂം സാറിന് കാഫിലയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.